നമസ്കാരം. നമസ്കാരം. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് രാജശേഖരൻ. ഞാൻ ഈ കോട്ടുപള്ളി 1034 നമ്പർ NSS കരയോഗത്തിൻ്റെ അധ്യക്ഷനാണ്. ഈ 2 കരയോഗങ്ങളുണ്ട്. ഇതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് കൈതാരം NSS കരയോഗമുണ്ട്. ഈ 2 കരയോഗത്തിൻ്റെയും കൂടെയാണ്, അവരുടെ അധീനതയിലാണ് ക്ഷേത്രം. പക്ഷേ ക്ഷേത്രത്തിന് ഒരു പ്രത്യേക ഭരണസമിതിയുണ്ട്. അത് ഈ 2 കരയോഗങ്ങളിൽ നിന്നും എല്ലാ വർഷവും തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. 4 കൗൺസിലർമാർ, ഒരു പ്രസിഡന്റ് ഇവിടെ നിന്ന് തിരഞ്ഞെടുത്താൽ അവിടുന്ന് 4 കൗൺസിലർമാരും ഒരു സെക്രട്ടറിയും തിരഞ്ഞെടുക്കും. ഇപ്പം 3 കൊല്ലമാണ് അവരുടെ കാലാവധി. പ്രസിഡന്റ് സെക്രട്ടറിയും ഓരോ വർഷം ചെല്ലുമ്പോൾ പ്രസിഡന്റ് സെക്രട്ടറി ആവും, സെക്രട്ടറി പ്രസിഡന്റായിട്ട് മാറും. അപ്പോൾ ആ ഭരണസമിതിയാണ് ക്ഷേത്രം പൂർണ്ണാധികാരം ഭരിക്കുന്നവരാണ്. ഈ ഉത്സവം എന്ന് വെച്ചാൽ നമ്മുടെ 2 കരയോഗവും അതേപോലെ തന്നെ ദേവസ്വവും 3 പേരും കൂടി ചേർന്ന് സംയുക്തമായിട്ടാണ് ഉത്സവം നടത്തുന്നത്, ആഘോഷിക്കുന്നത്. 3 ദിവസം കോട്ടുപള്ളി NSS കരയോഗം, 3 ദിവസം കൈതാരം NSS കരയോഗം, കൊടിയേറ്റും ആറാട്ടും അതോടൊപ്പം തന്നെ വലിയ വിളക്ക്. അങ്ങനെ 3 ദിവസത്തെ ചടങ്ങ് തൃക്കവരം ദേവസ്വം ഭരണസമിതി നടക്കും. 800 വർഷത്തെ പഴക്കമുണ്ട് എന്നാണ് നമ്മുടെയൊക്കെ അറിവ് ഈ ക്ഷേത്രത്തിന്. ചില മനക്കാരുടെ വകയായിരുന്നു. കാലക്രമത്തിൽ അവർ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് ഇരു കരകളിലുമുള്ള ചില നായർ കുടുംബങ്ങളെ ഏൽപ്പിച്ചു. അന്ന് NSS ഒന്നുമില്ല, ചുരുക്കം കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ. കാലക്രമത്തിൽ NSS രൂപം കൊണ്ടു. അങ്ങനെ NSSൻ്റെ കീഴിലേക്ക് അത് വരികയാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ശൈലിയിലുള്ള പരിപാടികളാണ് നടക്കുന്നത്. 7 ദിവസത്തെ ഉത്സവമാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ മീനമാസത്തിലെ കാർത്തികയാണ് ആറാട്ട്. ആ കാർത്തിക വരുന്ന ഒപ്പിച്ചിട്ടാണ് ആ 7 ദിവസം ആഘോഷിക്കുന്നത്. ഇത്തവണ നമ്മൾ 26-ാം തീയതി കൊടിയേറി 2-ാം തീയതി കാർത്തിക ആറാട്ടോട് കൂടി സമാപിക്കുകയാണ്. കൊടിയേറ്റം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൃക്കവരം ക്ഷേത്രം അവരുടെ നേതൃത്വത്തിലാണ് കൊടിയേറുന്നത്. അടുത്ത ദിവസം ഓരോ കരയോഗങ്ങൾ ഏൽക്കുന്നു. ഇന്ന് പടയണിയാണ്. ഈ പടയണി എന്ന് പറയുമ്പോൾ ദാരികവധം, കാളി ദാരികവധത്തിൻ്റെ ശേഷം ഒരു വലിയ ആഘോഷമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇതേപോലുള്ള ഭീമനെ പോലുള്ള വലിയ ഊരു, അതേപോലെ ഇതിനോടൊപ്പം തന്നെ ഗണപതി, അതേപോലെ തന്നെ അർജുനൻ, ഗരുഡൻ, ഇത്രയും ചെറിയ ചെറിയ ഊരുക്കൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ നാട്ടിലെ മുഴുവൻ, അവിടെ നായർ സർവീസ് സൊസൈറ്റി NSS മാത്രമല്ല, ബാക്കിയുള്ള എല്ലാവരും, എല്ലാ ഭക്തജനങ്ങളോടും ഒന്നിച്ചാഘോഷിക്കുന്ന ഉത്സവമാണ് പടയണി. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ജനങ്ങൾ പങ്കെടുക്കുന്നത് ഈ പടയണിയിലാണ്. ഇന്നലെ കൈതാരം കരയോഗത്തിൻ്റെ പടയണിയായിരുന്നു. അവർ വലിയൊരു ഹനുമാനാണ്. അതേപോലെ തന്നെ അവർക്ക് ശ്രീകൃഷ്ണനുണ്ട്. അങ്ങനെ ഇതേപോലെ തന്നെ ചടങ്ങ് അവരും ആഘോഷിച്ചു.
കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.